ാണ് വിവരങ്ങൾ നൽകിയത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതി ജിതിൻ ഭാസ്കറിനെതിരെ 2 കേസുകളെടുത്ത് പോലീസ്. ജയിലിന് മുന്നിലും തിരുവള്ളൂരിലും ജിതിന് നൽകിയ സ്വീകരണ പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ടാണ് കേസ്. അതേസമയം ജിതിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന SITയുടെ അപേക്ഷ നാളെ വടകര മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. മുഹമ്മദ് അസ്ലം കൂടുതൽ വിവരങ്ങളുമായി. അസ്ലം, എന്താണ് ഈ പുതിയ കേസ്? ജിതിൻ ജാമ്യവ്യവസ്ഥയുടെ ലംഘനം നടത്തി എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം ജിതിന്റെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് 2 കേസുകളിൽ 1-ാം പ്രതിയാക്കി ജിതിനെ ഫ്രെയിം ചെയ്ത് കേസെടുത്തിരിക്കുകയാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് ജിതിന് ജാമ്യം കിട്ടി ജയിലിന് പുറത്തിറങ്ങുമ്പോൾ ജയിലിന് മുമ്പിൽ ഒരു പ്രകടനം നടത്തിയിരുന്നു. അത് ജയിലും കോടതി ഉൾപ്പെടെയുള്ള വളപ്പിൽ നടത്തിയ അനുമതിയില്ലാത്ത പ്രകടനമാണ്. ആ വിഷയത്തിലും ജിതിനെ പ്രതി ചേർത്തും അതോടൊപ്പം തന്നെ CPMന്റെ വടകര ഏരിയ സെക്രട്ടറി ഗോപാൽ മാസ്റ്ററെ ഉൾപ്പെടെയുള്ള 35ഓളം പേരെ പ്രതിയെടുത്തുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. രണ്ടാമതൊന്ന് വൈകിട്ട് തിരുവള്ളൂരിൽ ജിതിന് സ്വീകരണം CPM നൽകിയിരുന്നു. അതിൽ സ്വീകരണ പ്രകടനം നടന്നു. മാത്രമല്ല അവിടെ കാസിം ആദ്യത്തെ ഇരയാകുകയും പിന്നീട് കുറ്റമുക്തമാക്കപ്പെടുകയും ചെയ്ത കാസിമിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ആശംസ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ നശിപ്പിക്കുകയൊക്കെ ഉണ്ടായി. ആ അക്രമ സംഭവങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിലും ജിതിനെ 1-ാം പ്രതിയാക്കി കേസെടുത്തിട്ടുണ്ട്. അതായത് ജാമ്യത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം 2 കേസുകളിലായി പ്രതിയായി ജിതിൻ മാറിയിട്ടുണ്ട്. ഇക്കാര്യം കൂടി നാളെ കോടതിയിൽ പോലീസ് അറിയിക്കും. കാരണം ജാമ്യവ്യവസ്ഥയുടെ ലംഘനം നടന്നിരിക്കുന്നു, ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിൽ വന്ന ഭീഷണി SITയോടുള്ള വെല്ലുവിളി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കുന്നത്. ഈ 2 കേസുകൾ കൂടി നാളെ കോടതിക്ക് മുന്നിൽ വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാലും നാളെ ജാമ്യം റദ്ദാക്കാവുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഹർജി, ജിതിന്റെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കും.